ഇത് നമ്മൾ സ്ഥിരമായിട്ട് സാധനം മേടിക്കുന്ന കടയിലെ ചേട്ടനെ നമുക്ക് ഓണത്തിന് ഫ്രീ ആയിട്ട് തന്ന ബിരിയാണി കൂട്ടാണ്. ഇതുവരെ ഉണ്ടാക്കിയില്ല, ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോവാ. ഇതാ നമ്മുടെ ചിക്കൻ കറി എല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഇത് ചേർത്തേക്കുന്നത് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കത് കൂടുതൽ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചേർക്കുന്നത്. ടേസ്റ്റും കൂടെ കൂടും. ഈ ചില്ലി സോസും ടൊമാറ്റോ സോസും ഒക്കെ ചേർക്കുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാം കൂടെ ചേർത്ത് കുറച്ച് നേരം നമ്മളൊന്ന് പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കൂടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പുരട്ടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയേ. അതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടുതൽ ചേർക്കുകയാണ്. കടുക് വേണമെങ്കിൽ വറക്കാം. കറിവേപ്പില കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ചിക്കൻ വേഗത്തിൽ ഫ്രൈ ആയി കിട്ടും. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മൂടി വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയും അടുത്ത മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാണ്. ഞാനിപ്പം ചിക്കൻ ഒന്നും ഇട്ട് പുരട്ടാതെയാണ് റൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ റൈസിൽ ചേർക്കാൻ വേണ്ടി കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റും സവാളയും പച്ചമുളകും ബീൻസും, പിന്നെ സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടി അതും കൂടെ നല്ല ചെറിയ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടെ സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സവാള ഫ്രൈ ചെയ്ത് ആ നെയ്ക്കകത്ത് തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അരിയെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് വേവിന് തന്നെ അത് ഊറ്റിയെടുത്തോണേ, എങ്കിലേ ഫ്രൈഡ് റൈസ് കറക്റ്റ് റെഡിയായിട്ട് കിട്ടത്തുള്ളൂ. വെള്ളം തിളപ്പിക്കാൻ നേരം നമ്മൾ അതിലേക്ക് കുറച്ച് കറുവപ്പട്ടയും ഗ്രാമ്പും ഇടണം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം അരി ഇട്ടാൽ മതി. അരി ഇടുന്നതിന് മുമ്പ് കുറച്ച് നാരങ്ങാനീരും ഉപ്പും ഡാൽഡയും കൂടി ചേർക്കണം. ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ലെയർ ചോറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വെജിറ്റബിൾസും കുറച്ച് സവാള ഫ്രൈ ചെയ്തതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ബിരിയാണി മിക്സ് ആയതുകൊണ്ട് സെപ്പറേറ്റ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിൽ ചേർക്കാനായിട്ട് ബിരിയാണി മസാല കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നെയ്ക്കകത്ത് വഴറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടെ ചേർത്ത് കുറച്ച് മല്ലിയിലയും എല്ലാം കൂടെ ചേർത്ത് ഞാനിവിടെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നെയ്യ് കൂടുതൽ വേണ്ടവർക്ക് നെയ്യ് ചേർക്കാം, പക്ഷേ ഞാനിവിടെ കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളേ. ഒരു കളറിങ്ങിന് വേണ്ടി കുറച്ച് ചോറെടുത്ത് മാറ്റിയിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ലേ. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കും. ഇത്രയും ക്വാണ്ടിറ്റി റൈസ് ഒരു 10 പേർക്കെങ്കിലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നോൺ വെജ് വേണ്ടാത്തവർക്ക് എന്തെങ്കിലും വെജിറ്റബിൾ കറി കൂട്ടി റൈസ് കഴിക്കുകയും ചെയ്യാം. ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ കറി കൂട്ടി കഴിക്കുക. ഫ്രൈ വേണ്ടവർക്ക് അത് കൂട്ടി കഴിക്കുക. ബിരിയാണി എങ്ങനെ ഉണ്ട്? കൂടെ പപ്പടവും സലാഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വീണ്ടും പുതിയ വീഡിയോകളുമായി കാണാം. താങ്ക്